സുനിത ദേവദാസ് യൂട്യൂബിലും സാമൂഹ്യ മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് സുനിത ദേവദാസ്. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങളോടുള്ള ഒരു അനുഭാവമുള്ള ഒരു വ്യക്തി എന്ന് വേണം അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട്. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അവര് ചെയ്ത ഒരു 10-20 വീഡിയോസ് ഞാൻ ശ്രദ്ധിക്കുമ്പോൾ അതില് അവരുടെ വിഷയം എന്ന് പറഞ്ഞത് വഖഫ്, മുനമ്പം പോലെയുള്ള വിഷയങ്ങളാണ്. ആ വിഷയങ്ങളിൽ അവർ എടുക്കുന്ന നിലപാട് എന്ന് പറഞ്ഞാല് ആ പ്രദേശത്തുള്ള ഒരു 610 കുടുംബങ്ങൾ എന്തോ തെറ്റ് ചെയ്ത പോലെയാണ് അവര് പ്രസ്താവിക്കുന്നത്. അപ്പൊ ഞാൻ അത് കാര്യമായിട്ട് അവരുടെ വീഡിയോസ് അതിന് മുന്നോട്ട് പോയി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കിയത് ആർക്കൊക്കെയോ വേണ്ടി ഒരു PR വർക്ക് ചെയ്യുന്നോ എന്നുള്ളൊരു സംശയം ഉളവാക്കുന്ന പോലെ ഈ മാഡം സുനിത ദേവദാസ്, ഞാൻ കുറച്ച് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരോട് ഇവരെ പറ്റി ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് അവള് പ്രമുഖയാണ്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി മുന്നിൽ നിന്നും നയിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നൊക്കെയാണ് ഈ മാഡത്തെ കുറിച്ച് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത്. വലിയൊരു സഖാവാണെന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ ഈ വഖഫ് വിഷയത്തിൽ കമ്മ്യൂണിസം ആണെങ്കിൽ അവർ നിലകൊള്ളേണ്ടത് പാവപ്പെട്ടവരായ മുക്കുവരുടെ കൂടെയല്ലേ എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. കാരണം അവര് സംസാരിക്കുന്നത് വേറെ ആർക്കൊക്കെ വേണ്ടി സംസാരിക്കുന്നു. നമുക്കറിയാം, ഈ വലിയ കോർപ്പറേറ്റ്സ് PR വർക്ക് ചെയ്യും. അപ്പൊ അവർക്കൊരു ഐഡിയ ഉണ്ട്, ഒരു ബിസിനസ് പ്ലാൻ ഉണ്ട്, ഒരു സ്പോട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരാദ്യം ഈ PR വർക്ക് ചെയ്യുന്നവരെ മുന്നോട്ട് വെച്ച് ഇവരിരുന്ന് ഇങ്ങനെ ചിരിച്ചു വന്ന് നമ്മുടെ സുനിത ദേവദാസ് മാഡം വളരെ സൗമ്യതയോടും ചിരിയോടും കൂടിയാണ് ഈ സ്ക്രീനിന് മുമ്പിൽ വരുന്നത്. എന്നിട്ട് അവര് ഈ 3-4 സെന്റിൽ ജീവിക്കുന്ന പാവപ്പെട്ടവരായ മുക്കുവരെന്തോ തെറ്റ് ചെയ്ത പോലെയാണ് ഇത് പ്രസ്താവനകൾ നടത്തുന്നത്. ഇത് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഫസൽ ഗഫൂർ എന്ന MES-ന്റെ വ്യക്തി, അദ്ദേഹവുമായിട്ട് വളരെ സൗമ്യമായിട്ട് ഇവര് രണ്ടാളും ചർച്ച നടത്തുന്നു. അതിൽ ഇവര് പറയുന്നത് തെറ്റ് സംഭവിച്ചിരുന്നത് അവിടെയുള്ള മുക്കുവർക്കാണ് തെറ്റ് പറ്റിയിരിക്കുന്നത്, അവരവിടെ താമസിക്കാൻ പാടില്ല. എന്നാൽ ഇതിന്റെ ഈ ചർച്ചയ്ക്കുള്ളിൽ അവർ സത്യം വിളിച്ചു പറയാണ്. ഫസൽ ഗഫൂർ പറയാണ്, ഫറൂഖ് കോളേജിന്റെ അധികൃതർ ഒന്നും തന്നെ മിണ്ടുന്നില്ല, അവർ മിണ്ടിയിരുന്നെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു. എന്താ കാരണം? ഫറൂഖ് കോളേജ് പണം വാങ്ങി ഈ പാവപ്പെട്ടവർക്ക് പണം ക്രയവിക്രയം നടത്തി ഈ ഭൂമി കൊടുത്തിരിക്കുകയാണ്. അപ്പൊ പണം വാങ്ങി പുട്ടടിച്ചിട്ട് ഫറൂഖ് കോളേജ് പിന്നെ അവിടെ വന്ന മുക്കുവന്റെ പങ്കായത്തിന്റെ ശക്തി എന്താണെന്ന് അറിയുന്ന ഫറൂഖ് കോളേജിന് വ്യക്തമായിട്ട് അറിയാം. കാരണം നല്ല സമയത്ത് ഈ ഭൂമിക്കുള്ള വിലയിട്ട് വാങ്ങി ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ക്രയവിക്രയം നടത്തി ഒപ്പിട്ട് വിറ്റതാണ് ഈ പാവങ്ങൾക്ക്. എന്നാൽ അതൊരു ചെറിയൊരു ഭാഷയിൽ കാരണം നമ്മളൊരു ഭൂമി ഇന്ത്യയിൽ വിലയിട്ട് വാങ്ങുമ്പോൾ അത് നമ്മുടെയാണ്. എന്നാൽ സുനിത ദേവദാസ് ഫസൽ ഗഫൂറും ഇരുന്ന് സംസാരിക്കുന്നത് അത് ഫറൂഖ് കോളേജ് ഒന്ന് വരണം എന്നിട്ട് ഇതിലൊന്ന് തീ കൊളുത്തണം. കാരണം 2022 മുതലാണ് ഈ പാവങ്ങളുടെ മേലെ ഈ കൊളത്തിട്ട് ഞങ്ങളെ ദുരിതത്തിലാക്കിയേക്കണേ. എന്നിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം കൊണ്ട് നടക്കുന്ന ഈ സഖാവും ഇസ്ലാമിസ്റ്റായ ഫസൽ ഗഫൂറും സൗമ്യമായി ഇരുന്ന് പറയാണ്, ഫസൽ ഗഫൂർ ഇവര് ഇടപാട് ഫറൂഖ് കോളേജും ഈ മുക്കുവരും തമ്മിലാണ്. ഒരാള് ഭൂമി വിൽക്കുന്നു, മറ്റേ ഭൂമി വാങ്ങുന്നു. അത് അവിടെ തീർന്നു ഇന്ത്യൻ ഭരണഘടനയും നിയമവ്യവസ്ഥയും അനുസരിച്ച്. എന്നാൽ മുഗൾ ഭരണകാലത്തുള്ള ഏതോ കാട്ടറബികളുടെ ശരീഅത്ത് നിയമം കൊണ്ട് വന്നിരിക്കുക ഈ കമ്മി ഇസ്ലാമിസ്റ്റുകള്. ആരെ കൊടുക്കാൻ? ഈ പാവം അരയന്മാരുടെ അടുത്ത്. നമ്മുടെ മാധ്യമങ്ങൾ വിറച്ചു നിൽക്കുന്നു. കാരണം അവർക്ക് അറബികൾ പണം കൊടുക്കുന്നുണ്ടോ എന്ന് ശ്രീകണ്ഠൻ നായരും അരുൺകുമാറും മാമൻ മാപ്പിളയും പറയണം. എന്തിന്? ആരെ പേടിക്കുന്നു? ഇന്നും മുനമ്പം കത്തുകയാണ്. അവിടെ എന്നും പ്രമുഖ വ്യക്തികൾ, വേണ്ടപ്പെട്ടവർ അവരെ സഹായിക്കാൻ പ്രസംഗങ്ങളായിട്ട് വരുന്നു. ഇന്നും ഈ മാധ്യമങ്ങൾക്ക് ധൈര്യമില്ല അവരുടെ ക്യാമറകളും മൈക്കുമായി അവിടെ പോവാനായിട്ട്. ഈ സുനിത ഹരിദാസും ഈ ഫസൽ ഗഫൂറും ഇരുന്ന് പ്രസ്താവിക്കുകയാണ്, ഇതിന്റെ കച്ചവടം കഴിഞ്ഞു, പണം വാങ്ങി ഫറൂഖ് കോളേജ് പുട്ടടിച്ചു. പിന്നെ ആർക്കാ? മുഗൾ ഭരണമല്ല, വഖഫിന്റെ ഭൂമി ആർക്കാ? വേറെ ആർക്കാ അധികാരമുള്ളവര്? ആരെവിടെ വന്ന് പറയാൻ ചോദിക്കാനുള്ള ഈ പാവം മുക്കുവരുടെ അടുത്ത്? എന്റെ സുനിത മാഡം, നിങ്ങൾ ചൂട്ടുപിടിക്കുന്ന മാൾ മുതലാളിയെ എല്ലാവർക്കും അറിയാം. ഞാൻ അവിടെ ആദ്യമായിട്ട് പോയത് ഞാൻ അവിടെയാണ്. അവിടെ ആദ്യമായി പോയി സംസാരിച്ച 85 വയസ്സായ ത്രേസ്യാമ്മ ചേച്ചി എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട്.
പ്രദീപേട്ടനും ത്രേസ്യാമ്മേച്ചിയും കൂടി ചോദിക്കായിരുന്നു. അന്ന് ത്രേസ്യാമ്മേച്ചി 48 കഥ എന്നോട് പറഞ്ഞു. 1948 ബണ്ട് പണിയാനായിട്ട് സത്താർ സേട്ടോ സിദ്ദിഖ് സേട്ടോ അവിടെ വന്നപ്പോ ബണ്ട് പൊളിച്ച് അവരുടെ വഞ്ചി മുക്കിയ കഥ. ഒന്ന് പോവോ സുനിത മാഡം? നിങ്ങൾ കൊച്ചി എയർപോർട്ടിൽ പറന്നിറങ്ങുമ്പേ മാള് മുതലാളിയുടെ റോൾസ് കാറ് വരും പിക്കപ്പ് ചെയ്യാൻ. വലിയ കമ്മ്യൂണിസ്റ്റ് മേഡല്ലേ നിങ്ങൾ? PR വർക്ക് നടത്തുന്ന അവിടെ എല്ലാവർക്കും അറിയാം. അവിടെ റിസോർട്ട് പണിയാനും മാള് പണിയാനും ചെറായ ഒരു ടൂറിസ്റ്റ് മേഖലയാണെന്നും എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. ആ മോഹങ്ങളുമായിട്ട് വിട്ടിരിക്കുന്ന PR തൊഴിലാളികൾ ഉണ്ടെന്നും എല്ലാവർക്കും അറിയാം. പറയണം മേഡം. സഖാവ് എന്നും പറഞ്ഞ് പാവപ്പെട്ടവരുടെ കൂടെ വേറൊരുത്തൻ മെക്കാസ്റ്റാർ ഒരു TV ചാനലും കൊണ്ടിരിക്കുന്നു. അവൻ ഫാഷൻ ഷോ ആയിട്ട് നടക്കുന്നു. അവന്റെ മോന്റെ കണ്ണിരിക്കുന്നത് റാഫേൽ തീവ്രവാദികളുടെ കൂടെ. ഇതൊക്കെ വിളിച്ച് പറയണം എന്റെ സുനിത മേഡം. അതല്ലാതെ വ്യക്തമായിട്ട് നിങ്ങൾ അതിൽ ആ വീഡിയോ കണ്ടാൽ അറിയാം. പറയാണ് ഫറൂഖ് കോളേജ് കാശ് വാങ്ങി, പാവങ്ങൾ വിലയിട്ട് വാങ്ങി, ആധാരം കയ്യിലുണ്ട്, എന്നിട്ട് മുഗൾ സാമ്രാജ്യത്തെ കാട്ടറബി നിയമം കൊണ്ടുവരുന്ന സുനിത മേഡം. ഈ കമ്മ്യൂണിസ്റ്റ് ഇസ്ലാമിസ്റ്റ് ഭീകരവാദം ഉണ്ടല്ലോ, അത് കേരളത്തിൽ നിൽക്കുക തന്നെ ചെയ്യും. അധികം നാളിത് കൊണ്ടുപോകാൻ പറ്റില്ല സുനിത മേഡം. നിങ്ങളുടെ മാള് മുതലാളിക്കുള്ള PR വർക്കൊക്കെ നിർത്തിക്കുക തന്നെ ചെയ്യും. അത് താങ്കൾ ഇപ്പോൾ വളരെയധികം വൈകാതെ തന്നെ കാണാൻ പോകുന്ന പൂരാണ്. ഇതേ വീഡിയോയിൽ ഈ 2 മാന്യദേഹങ്ങൾ സുനിത ദേവദാസ് മേഡവും ഫസൽ ഗഫൂറും വിമർശിക്കുന്നത് ആരെയാണെന്നോ? ഈ പാവങ്ങളുടെ വിഷയത്തിൽ വലതുപക്ഷ തീവ്രവാദികളായ സംഘപരിവാറും ക്രിസ്ത്യാനികളും കാസയും കൂടിയാണ് ഈ വിഷയം പൊക്കിക്കൊണ്ടുവന്നത് അത്രേ. ഈ 610 പാവം ദരിദ്ര മുക്കുവരുടെ വിഷയം പൊക്കിക്കൊണ്ടുവന്നത് വലതുപക്ഷ സംഘപരിവാർ ക്രിസ്ത്യൻ കാസ തീവ്രവാദികൾ. ഇതാണ് ഇവരുടെ കണ്ടുപിടുത്തം. ഇതിലെവിടെയാ പണി പാലെന്ന് ഞാൻ പറയട്ടെ സുനിത മേഡം. മാള് മുതലാളിക്ക് വേണ്ടി PR വർക്ക് നടത്തുന്ന ഓർക്കണം. മാള് മുതലാളിയുടെ 80% കസ്റ്റമേഴ്സും ഈ വലതുപക്ഷ സംഘപരിവാർ ക്രിസ്ത്യൻ കാസ തീവ്രവാദികളാണ്. അത് മനസ്സിൽ വെച്ചിട്ട് വേണം സുനിത മേഡം ഇതൊക്കെ ഇങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്താൻ. ഇതൊക്കെ തിരിച്ചടിയായി തന്നെ കിട്ടും. നിങ്ങൾക്കിത് തിരിച്ചടിയായി തന്നെ കിട്ടും സുനിത മേഡം. അത്രേ എനിക്ക് പറയാനുള്ളൂ.